സിസ്റ്റർ പ്രസാദ SIC. ശരീരത്തിലുള്ള മരണം മരണമല്ല, പ്രത്യുത ജീവനാണ്. സകലർക്കും ജീവൻ കൊടുക്കുന്നവനായ ജീവിക്കുന്നവൻ വാഴ്ത്തപ്പെടട്ടെ. വിണ്ണിലായിരിക്കുന്ന മഴത്തുള്ളി മണ്ണിലെത്തുന്നതിന് അധികം സമയം എടുക്കുന്നില്ല. ഭൂമിയിലെ ചൂട് വീണ്ടും അതിനെ ബാഷ്പമാക്കി വിണ്ണിൽ എത്തിക്കുന്നു. ഈ ജലചംക്രമണ പ്രതിഭാസത്തെ സിസ്റ്റർ പ്രസാദയുടെ ജീവിതവുമായി കൂട്ടി വായിക്കാൻ തോന്നുന്നു. സർവശക്തനായ ദൈവം ഭൂമിയിൽ കഴിയാൻ അനുവദിച്ച ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ ഒഴുകി അതിൻ്റെ അവസാനം സഹനത്തിൻ്റെ തീച്ചൂളയിൽ ബാഷ്പകണമായി സ്വർഗത്തിലേക്കുള്ള ഒരു കടന്നുപോകൽ. ചിന്തിക്കാനും ധ്യാനിക്കാനും ഓർമ്മിക്കാനും കുറേയേറെ പാഠങ്ങൾ പകർന്നു തന്നുകൊണ്ട് പേരുപോലെ പ്രസാദം നിറഞ്ഞ ഒരാൾ വളരെ പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് കടന്നുപോയി. 35 വർഷം മാത്രമുണ്ടായിരുന്ന ഈ സമർപ്പണ ജീവിതത്തിലൂടെ ഒരു യാത്ര. പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട് പഞ്ചായത്തിൽ കടുവൻകുറ്റിയിൽ വീട്ടിൽ പരേതനായ ശ്രീ യോഹന്നാൻ്റെയും ശ്രീമതി അമ്മിണിയുടെയും മകളായി സിസ്റ്റർ പ്രസാദ 1963 സെപ്റ്റംബർ 17 ജനിച്ചു. കടമ്പനാട് LP സ്കൂൾ, കടമ്പനാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1985 തിരുവനന്തപുരം പ്രൊവിൻസിൽ അർദ്ധനിയായി ചേർന്നു. 1987 സിസ്റ്റർ ഈഡിത്തിൻ്റെ ശിക്ഷണത്തിൽ നവസന്യാസ പരിശീലനം പൂർത്തിയാക്കി. 1988 മെയ് 7 ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവിൽ നിന്ന് പ്രസാദ എന്ന സന്യാസനാമം സ്വീകരിച്ച് പ്രഥമ വ്രതാനുഷ്ഠാനം നടത്തി. 1992 നിത്യഹോമയാഗമായി തന്നെ സമർപ്പിച്ചുകൊണ്ട് നിത്യവ്രത വാഗ്ദാനവും ചെയ്തു. പ്രഥമ വ്രതവാഗ്ദാനത്തിന് ശേഷം കുറച്ചു നാളത്തേക്ക് നാഗർകോവിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി നിയോഗിതയായി. തുടർന്ന് പുഷ്പഗിരി ആശുപത്രിയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. ജർമ്മനിയിൽ ബെഥനി സിസ്റ്റേഴ്സ് സേവനം ആരംഭിച്ച കാലഘട്ടമായിരുന്നു അത്. പഠനത്തിനും സേവനത്തിനുമായി അവിടേക്ക് പോകുന്നതിനായി സിസ്റ്ററിനെയും തിരഞ്ഞെടുത്തു. അങ്ങനെ സിസ്റ്റർ 1992 ജർമ്മനിയിലേക്ക് പോയി. ഈ കാലഘട്ടത്തിലായിരുന്നു സിസ്റ്ററിൻ്റെ നിത്യവ്രത വാഗ്ദാനവും. ജനറലേറ്റിൻ്റെയും പ്രൊവിൻഷ്യലേറ്റിൻ്റെയും ഹൗസുകളിൽ 14 വർഷം സിസ്റ്റർ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. 2006 ജർമ്മനിയിലെ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച് സിസ്റ്റർ നാട്ടിൽ തിരിച്ചെത്തി. നാട്ടിലെത്തിയതിനെ തുടർന്ന് വിവിധ മഠങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. സഭയുടെ സ്ഥാപനങ്ങളായ ക്ലർജി ഹോം, മലങ്കര മേജർ സെമിനാരി എന്നിവിടങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരവും സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. 2013 സിസ്റ്റർ തൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചു. മലങ്കര സഭയുടെ സുവിശേഷ സംഘം സഭാതലത്തിലെ 3ാം ബാച്ച് അംഗം കൂടിയാണ് സിസ്റ്റർ പ്രസാദ. സിസ്റ്ററിനോടൊപ്പം സന്യാസ പരിശീലനത്തിലുണ്ടായിരുന്നവർക്ക് ഒരു ചേച്ചിയുടെയും അമ്മയുടെയും സ്ഥാനത്തായിരുന്നു സിസ്റ്റർ. അവരുടെ പ്രശ്നങ്ങളിലും വിഷമങ്ങളിലും അവരോടൊപ്പം ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇടവക മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്ന സിസ്റ്റർ ഓരോ ഭവനത്തിൻ്റെയും ഭാഗമായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയും ധൈര്യവും നൽകി സഹായിച്ചിരുന്നു. എപ്പോഴും പ്രസന്നവതിയും സന്തോഷപ്രകൃതിയുമായ സിസ്റ്ററിന് എടുത്തു പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. 2020 കുളത്തൂപ്പുഴ മഠം സുപ്പീരിയറായി ചുമതല ഏറ്റെടുത്ത് മഠം, സ്കൂൾ, മിഷൻ പ്രവർത്തനങ്ങൾ, സുവിശേഷ സംഘ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 2022 മുതൽ ക്യാൻസർ എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രോഗത്തിൻ്റെ ഗൗരവവും വരാനിരിക്കുന്ന സാഹചര്യങ്ങളുമെല്ലാം വളരെ നന്നായി അറിയാമായിരുന്നിട്ടും സിസ്റ്റർ വളരെ സന്തോഷത്തോടും സമചിത്തതയോടും കൂടി ഈ സാഹചര്യങ്ങളെ നേരിട്ടു. ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തി
ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധ ചികിത്സകൾക്ക് വിധേയയായി നാലാഞ്ചിറ മഠത്തിൽ സിസ്റ്റർ വിശ്രമിച്ചു. ഈ കാലഘട്ടത്തിൽ സിസ്റ്റർ തൻ്റെ രോഗത്തെ വളരെ തന്മയത്വത്തോടെ അതിജീവിക്കുകയും ധൈര്യവതിയായി കാണപ്പെടുകയും ചെയ്തു. പ്രാർത്ഥന, ധ്യാനങ്ങൾ, ക്ലാസുകൾ, മഠത്തിലെ മറ്റു പരിപാടികൾ ഇവയിലെല്ലാം സിസ്റ്റർ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് സന്തോഷവും പ്രത്യാശയും നൽകി. കീമോതെറാപ്പി കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു എന്ന് കരുതിയപ്പോഴാണ് 2023 ഒക്ടോബർ മുതൽ സിസ്റ്ററിന് ശ്വാസം മുട്ടലും വയറിന് വേദനയും ആരംഭിച്ചത്. രോഗാവസ്ഥയിലും ആശുപത്രി കിടക്കയിലും സിസ്റ്ററിൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും സിസ്റ്ററിനോട് ചേർന്ന് നിന്ന് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ശക്തിപ്പെടുത്തിയത് സിസ്റ്ററിന് വളരെ ധൈര്യവും ആശ്വാസവും നൽകിയിരുന്നു. സിസ്റ്റർ അതിവേദന സഹിച്ചിരുന്ന സമയങ്ങളായിരുന്നു അത്. കൂടാതെ ശ്വാസതടസ്സവും ഭക്ഷണം കഴിക്കുന്നതിനും വ്യക്തമായി സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടു. ഡിസംബർ 2 രാത്രിയിൽ സിസ്റ്ററിൻ്റെ നിലയിൽ വ്യത്യാസം കണ്ടു തുടങ്ങിയതിനാൽ മദർ സാന്ദ്രയും സിസ്റ്റേഴ്സും പിരപ്പൻകോടെത്തി. ബഹുമാനപ്പെട്ട ജോസ് കിഴക്കേടത്തച്ഛൻ സിസ്റ്ററിന് രോഗീലേപനം നൽകുകയും സിസ്റ്ററിനെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. നല്ല ബോധത്തോടെയാണ് സിസ്റ്റർ ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടതെന്ന് സിസ്റ്ററിൻ്റെ അധരചലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാ ദിവസവും സിസ്റ്ററിന് വിശുദ്ധ കുർബാന നൽകിയിരുന്നു. മരണദിവസം രാവിലെയും സിസ്റ്റർ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇതിനിടയിൽ കുടുംബാംഗങ്ങളും സിസ്റ്റേഴ്സും സിസ്റ്ററിനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 5 രാവിലെ മുതൽ സിസ്റ്റേഴ്സും കുടുംബാംഗങ്ങളും സിസ്റ്ററിനോടൊത്തുണ്ടായിരുന്നു. അന്നേ ദിവസം 2:30 സിസ്റ്ററിൻ്റെ പാവനാത്മാവ് സ്വർഗീയ ഗേഹത്തിലേക്ക് യാത്രയായി. ജീവിതത്തിൻ്റെ ക്ഷണികത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കുന്നതെല്ലാം വിട്ടുകളയാനുള്ളവയാണെന്നും ഹൃദയ നിക്ഷേപങ്ങൾ മാത്രമേ നിത്യമായ യാത്രയ്ക്ക് സഹായകരമാകുന്നുള്ളൂ എന്നും പറയാതെ പറഞ്ഞുകൊണ്ട് 59 വർഷത്തെ വാസഗേഹം മണ്ണിൽ ഉപേക്ഷിച്ച് ബഥനിയുടെ പ്രസാദമായവൾ സ്വർഗീയ മണവറയിലേക്ക് കടന്നുപോയിരിക്കുന്നു. പ്രിയ സഹോദരി, ഞങ്ങളുടെ മനസ്സുകളിൽ ആ വിടർന്ന ചിരിയും കാതുകളിൽ ആ ദൃഢസ്വരവും ഇപ്പോഴും നിൽക്കുന്നു. പ്രിയ സിസ്റ്ററിന് ബഥനിയുടെ ആദരാഞ്ജലികൾ.